കൊലയാളികളെന്ന് ഞാൻ നിങ്ങളെ വിളിച്ചത് ബോധപൂർവമാണ്. അതിൽ അങ്ങേക്ക് വിഷമമുണ്ടായെങ്കിൽ അതിലെനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളുടെ പാർട്ടിയെ കൊലയാളി പാർട്ടി എന്നല്ലാതെ ഞാൻ എന്തു വിളിക്കും? ഇ.പി. ജയരാജന്റെ ശിരസിൽ എങ്ങനെ വെടിയുണ്ട വന്നു? ഇന്നത്തെ കേരളത്തിലെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ എം.എം. മണി 2 രക്തസാക്ഷികളാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ. അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനെ വെട്ടിക്കൊന്നതാണ് നിങ്ങൾ. എത്ര അനുഭവമുണ്ട്. ഇന്നത്തെ PWD മിനിസ്റ്റർ ജി സുധാകരൻ അദ്ദേഹത്തിന്റെ സഹോദരനെ അടിച്ച് തലപൊട്ടിച്ച് തലച്ചോറ് ചെതറിയാണ് കൊന്നത്. നിങ്ങളാണ് കൊന്നത്, കോൺഗ്രസ് കൊന്നത്. നമ്മുടെ തോമസ് ഐസക്കിനെ ഈ മഹാരാജാസിന്റെ മുന്നിലിട്ട് കൊല്ലാൻ നിങ്ങൾ വന്നപ്പോ ആള് മാറി ലക്ഷദ്വീപിലെ മുത്തുക്കോയെ കൊന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? AK ബാലൻ ബ്രണ്ണൻ കോളേജിൽ വെച്ച് അദ്ദേഹത്തെ കൊല്ലാൻ കടാരയുമായി KSU ചാടി വീണപ്പോ തടസ്സം പിടിക്കാൻ ചാടിയതാണ് കോളേജിലെ ജനറൽ ക്യാപ്റ്റൻ മുഹമ്മദ് അഷറഫ്. തൽക്ഷണം കുത്തേറ്റ് വീണില്ലേ? പത്തനംതിട്ടയിൽ MS പ്രസാദിനെ നിങ്ങൾ കൊന്നത് തിരുവോണത്തിനാണ്. നിങ്ങൾ കാസർഗോഡ് മങ്ങാട് ബാലകൃഷ്ണനെ കുത്തിക്കൊന്നത് തിരുവോണത്തിനാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു MLA വെടിവെച്ച് കൊന്നത് ഈ കേരളത്തിലല്ലേ? 969 എന്റെ നാട്ടിലാണ്. അങ്ങേക്കറിയില്ലേ MLA ആരായിരുന്നു എന്ന്? കുഞ്ഞാലിയെ. ഇന്ത്യയിൽ ആദ്യമായി ഒരു മുൻ MLA വെടിവെച്ച് കൊന്നത് നിങ്ങളല്ലേ? 71 അബ്ദുൾ ഖാദറിനെ നിങ്ങളുടെ DCC പ്രസിഡന്റ് ആയിരുന്നില്ലേ? പാർട്ടി മാറി CPM ചേർന്ന് ഒരു മാസം തികയുന്നതിന് മുമ്പ് വെടിവെച്ച് കൊന്നില്ലേ നിങ്ങൾ? ഈ രാജ്യത്താദ്യമായി ഒരു മുനിസിപ്പൽ ചെയർമാനെ കൊന്നത്, വെട്ടി നുറുക്കിയത് നിങ്ങളല്ലേ? വത്സലിനെ വെട്ടിക്കൊന്നത്. ഈ രാജ്യത്താദ്യമായി ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ കല്ലെറിഞ്ഞു കൊന്നത് ഈ കേരളത്തിലാണ്, രാമന്തളിയിൽ. നിങ്ങളുടെ ഘടകകക്ഷിയാണ് ചെയ്തത്. ഈ തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിൽ പഠിക്കാൻ വന്ന കുമാരൻ വൈദ്യരുടെ മകൻ PK രാജനെ കുത്തി മലർത്തി കൊന്നത് ആരാ? എത്ര അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. 1, 2, 10 പാടം അനുഭവങ്ങളുള്ളത്. മോഹനെയും ബഷീറിനെയും കൊന്നത് അങ്ങ് മറന്നുപോയിട്ടുണ്ടോ? അത് മുളങ്കാട്ട് പോൾസനെ കൊന്നതാരാ? ശശിയെയും ജയനെ കൊന്നതാരാ? എല്ലാരും പറയുമല്ലോ കണ്ണൂരാണ് കൊലപാതക രാഷ്ട്രീയം എന്ന്. എറണാകുളത്ത് എത്ര CPM-കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നറിയോ? ഈ ചോരക്കായുമായി നിങ്ങൾ നിൽക്കുകയാണ്. ഞാൻ ഇതിൽ നിങ്ങളെ തൂക്കാൻ വിധിക്കല്ല. ഞാൻ പറയുന്നത് ഇത് എവിടെയെങ്കിലും അവസാനിക്കണ്ടേ? നിങ്ങൾ ഏകപക്ഷീയമായി ഇങ്ങനെ തുടങ്ങിയാൽ തിരിച്ചടി ഉണ്ടാവില്ലേ? നിങ്ങളുടെ പ്രവർത്തകർ കൊല്ലപ്പെടില്ലേ? നിങ്ങൾ കലവറയില്ലാതെ ഇതിനെ തല്ലിപ്പറ. ഇത് ഇവരുടെ കോൺഗ്രസിന്റെ ഒരു സ്ഥിരം ശൈലിയാണെന്നും അഭിപ്രായ വ്യത്യാസം കൊണ്ട് കൂടെ കൊടി പിടിക്കുന്ന സഹപ്രവർത്തകനെ അരിഞ്ഞു തള്ളിയ കാപാലികരാണ് ഇവരെന്നും ഞാൻ പറഞ്ഞത്. കാടടച്ച് വെടിവെച്ചതല്ല. ഞാൻ ലാൽജിയുടെയും മധുവിന്റെയും ഹനീഫയുടെയും പുതിയ വീട്ടിൽ ബഷീറിന്റെയും ഔസേപ്പിന്റെയും ശ്രീവത്സന്റെയും ഉദാഹരണം പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ പാർട്ടിയെ ആക്ഷേപിച്ചതല്ല, ഞാൻ വസ്തുത പറഞ്ഞതാണ്. ഞാനിവിടെ പരാമർശിച്ച 5-6 പേരുകാർ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അങ്ങനെ തിരുത്തൂ. എന്നെ തിരുത്താനുള്ള ദയവ് അങ്ങ് കാണിക്കൂ. ആ കൊലപാതകം ആര് നിർവഹിച്ചതാ? നിങ്ങൾ നിർവഹിച്ചതല്ലേ? 48 ഞാൻ വെറുതെ പറഞ്ഞതല്ല. മൊയാരത്ത് ശങ്കരൻ എങ്ങനെ കൊല്ലപ്പെട്ടു? അദ്ദേഹം കോൺഗ്രസിന്റെ കേരളത്തിലെ അധ്യക്ഷനായിരുന്നു. അങ്ങേക്കറിയാലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ മഹാനാണ് മൊയാരത്ത് ശങ്കരൻ. അദ്ദേഹത്തെ എന്തിനാ കൊന്നത്? കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നപ്പോ കൊന്നില്ലേ? ആ ശവശരീരം വിട്ടുകൊടുത്തോ? എത്ര അനുഭവം. കുറ്റവാളികളെ നിങ്ങൾ രക്ഷിക്കില്ല പോലും. ഞാൻ അങ്ങ് 917 ഒന്നും പോണ്ട. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി വിമാനം റാഞ്ചിയ കഥ അറിയോ അങ്ങേക്ക്? ഓർമ്മയില്ലേ? ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം കൽക്കത്തയിൽ നിന്ന് ലക്നൌവിലേക്ക് പോയ വിമാനം ആരാ റാഞ്ചിയത്? നിങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാരായ 2 നേതാക്കന്മാർ UP-യിലെ ഇല്ലേ? അവരെ നിങ്ങൾ എന്ത് സമീപനം സ്വീകരിച്ചു? 132 യാത്രക്കാരുമായി പുറപ്പെട്ട യാത്രാ വിമാനം റാഞ്ചിയ ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പാർട്ടി ദേവേന്ദ്ര പാണ്ഡെയും ബോലാനാഥും. അവരെ നിങ്ങൾ പിന്നീട് കേസ് പിൻവലിച്ച് MLA-യും MP-യും മന്ത്രിയുമാക്കി നിങ്ങൾ ഇല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ വംശഹത്യ ഏതാ? അങ്ങേക്ക് ഓർമ്മയില്ലേ? നിങ്ങൾ RSS-മായി ചേർന്നല്ലേ അത് നടത്തിയത്? ആയിരക്കണക്കിന് സിഖുകാരുടെ ചലനമറ്റ ശരീരത്തിന്റെ മുൻപിൽ ഇന്ത്യ ഗേറ്റ് പ്രസംഗിക്കുമ്പോ രാജീവ് ഗാന്ധി എന്താ പറഞ്ഞത്? വൻമരങ്ങൾ വീഴുമ്പോ ഭൂമി ചെറുതായി കുലുങ്ങിയെന്നിരിക്കുമെന്നല്ലേ പറഞ്ഞത്? ഈ മനുഷ്യത്വ രാഹിത്യത്തെയാണ് ഞാൻ എതിർത്തത്. ആര് കൊല്ലപ്പെട്ടാലും അതിനെ അപലപിക്കാനുള്ളൊരു മനുഷ്യത്വം വേണം. ഇത് അവസാനിക്കണം ഈ നാട്ടിൽ. ഞാൻ നിയമസഭയിൽ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടപ്പോ അതിനെ ഒരു പ്രതി ഞങ്ങളുടെ പാർട്ടിയുടെ ആളാണ്, പാർട്ടി പ്രവർത്തകനാണ് എന്ന വാർത്തയുടെ മുൻപിൽ ശിരസ് കുനിഞ്ഞു പോകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത്ര വയസ്സായില്ലേ? നിങ്ങൾക്ക് ഈ കൊലപാതകത്തെ തള്ളിപ്പറയണം തോന്നുന്നില്ലേ? അവരെ വീട്ടിലെ ആളുകളുടെ തോരാത്ത കണ്ണുനീര് നിങ്ങൾ കാണുന്നില്ലേ? മനുഷ്യത്വമില്ലാത്തവരാണ് നിങ്ങൾ. അപ്പൊ വികാരത്തിൽ പറയുന്നതാണോ പ്രശ്നം? എനിക്ക് വികാരം ഉണ്ടെന്നേ. ഇതുകൊണ്ടൊക്കെയാണ് നിങ്ങളെ ഞാൻ കൊലയാളി പാർട്ടിയിൽ വിളിച്ചത്. നമുക്ക് കണക്കും സംഭവങ്ങളും ചരിത്രവും വെച്ച് സംസാരിക്കാം. എന്നിട്ടും നിങ്ങളെ വെള്ളപൂശാൻ കേരളത്തിലെ കുത്തക മാധ്യമങ്ങൾ തയ്യാറാകുമ്പോ ഞങ്ങൾ കേട്ടു നിൽക്കണോ? അങ്ങ്